സോ ഗൈസ് കുറേ നാളെ എന്തെങ്കിലും മിഷൻസ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിച്ച് എന്തെങ്കിലും മിഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ ശരി. സോ ഗൈസ് ഫ്രാങ്ക്ലിൻ നമുക്ക് ഇച്ചിരി മിഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് മെയിലിൽ പോയി നോക്കാം. ഫൈൻഡ് ദ വേ ത്രൂ സ്പൈഡർ ടണൽ. ഓക്കെ, സോ നമ്മൾ സ്പൈഡർ ടണലിൽ ഒരു വഴി കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. നമുക്കൊരു ബൈക്ക് സ്പോൺ ചെയ്യാം ആദ്യം തന്നെ. ആൻഡ് ഗൈസ് ഫ്രാങ്ക്ലിൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഫ്രാങ്ക്ലിൻ തന്ന മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ഗിഫ്റ്റ് തരുമെന്നും കൂടി പറഞ്ഞായിരുന്നു. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാർ അല്ലെങ്കിൽ ബൈക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയൊരു വെപ്പണായിരിക്കും ഗൈസ്. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം സ്പൈഡർ ടണലിലോട്ട്. സോ ഗൈസ് നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണണം. സോ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് സ്പൈഡർ ടണലിൻ്റെ ഉള്ളിൽ കയറുന്നത്. ആൻഡ് ഗൈസ് ഇതൊരു മെയ്സ് പോലെയാണ്. സോ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാം. സോ ഇവിടെയും വേറെ 2 വഴി വന്നിട്ടുണ്ട്, പുറകിലും 2 വഴി ഉണ്ടായി. ആൻഡ് ഓക്കെ സ്പൈഡർ വന്നു ഗൈസ്. AK-47 ഇട്. ഓക്കെ കൊന്നു ഗൈസ്, നമ്മളതിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. ഇതാണോ? ആദ്യം നമുക്ക് ഈ വഴി പോകാം ഗൈസ്. ഓക്കെ ആൻഡ് ഓക്കെ വേറൊരു സ്പൈഡർ കൂടി സ്പോണായി. വെടി വെച്ച് വന്നേക്കാം ഗൈസ്. AK-47 ഉണ്ടല്ലോ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നമുക്ക് വേറെ AK-47 പിസ്റ്റലും കൊണ്ട് മാത്രമേ വെടിവെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. സ്നൈപ്പർ റൈഫിലൊക്കെ വെച്ച് വെച്ചാൽ ആവില്ല. ആൻഡ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെയൊന്നും അല്ല ഈ വഴി, എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി കണ്ടില്ലേ, ഇവിടെയാണ് വഴി എന്ന് തോന്നുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ എക്സിറ്റ്. ഓക്കെ, അത് കണ്ടോ ഈസ്, പെട്ടെന്നൊരു സഡൻലി ആ ഒരു ഓള് മാഞ്ഞു പോയി ഈസ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് എക്സിറ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ മെയിലിൽ വന്നിട്ടുണ്ട്. കിൽ 1 സ്പൈനോ ഇൻ ജുറാസിക് പാർക്ക്. ഓക്കെ, നമ്മുടെ മെയിലിൽ വേറൊരു മിഷൻ കൂടി വന്നായിരുന്നു. ആൻഡ് ഈ ഒരു മിഷനിൽ പറയുന്നത് ജുറാസിക് പാർക്കിൽ പോയിട്ടൊരു സ്പൈനോനെ കൊല്ലാനാണ്. സ്പൈനോ എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിരി നാൾ മുമ്പത്തെ അപ്ഡേറ്റിൽ വന്നൊരു ഡൈനോസറാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ആൻഡ് സ്പൈനോനെ കുറേ നാളായിട്ട് കണ്ടിട്ടില്ല ഞാൻ. ഇവിടെ ഞാൻ കുറേ നേരമായി. ഓക്കെ, സ്പൈനോ വന്ന് അപ്പുറത്തൊരു ബ്രാക്കിയോസോറസ് ഉണ്ട്, അതിനെ കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷേ അത് അറ്റാക്കും ചെയ്യില്ല നമ്മൾ. സോ നമുക്ക് ബൈക്ക് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെക്കാം. സോ ഈസ് നേരത്തെ സ്പൈനോ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു വരും നോക്കുന്നില്ല ഈസ്, ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് വെടി വെക്കാം. നമ്മൾ ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വരും. സോ വെയിറ്റ് ചെയ്യാം ഗീസ്. ഓക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ഗീസ്. കമോൺ ചാകണില്ല. ഓക്കെ ചത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു മിഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഇരിക്കുന്നത്. സോ ഇത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ എന്താ പ്രശ്നം ബ്രോ? എടാ, ഞാൻ നിനക്ക് ആ ഒരു ഗിഫ്റ്റ് തരാനാ വന്നത്. സോ ഈസ് പെട്ടെന്നൊരു റോൾസ് റോയ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഫ്രാങ്ക്ലിൻ ഇവിടെ, എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ലിൻ ഈ ഒരു ഗിഫ്റ്റ് തന്നിട്ട് ഓടിപ്പോയിന്ന് തോന്നുന്നു. ലോസ് ആൻഡോസിൽ വേറെ ക്രൈമൊക്കെ ചെയ്യാനുണ്ടാവും. സോ നമുക്ക് പോകാൻ ഗീസ്. ഈ ഒരു റോൾസ് റോയ്സ് ആണ് ആ ഗിഫ്റ്റ്. പക്ഷേ ഈ മിഷൻസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തിനാണെന്ന് അറിയേണ്ട കാര്യമില്ല, ബിക്കോസ് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഗീസ് ആ ഒരു ഗിഫ്റ്റാണ് റോൾസ് റോയ്സ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാർ കൂടിയാണ്. സോ നമുക്ക് സൂക്ഷിച്ചു കൊണ്ടുവരണം. ഡ്രൈവ് ചെയ്യുമ്പോൾ സ്പീഡിൽ പോവാം, ബട്ട് നമ്മൾ സൂക്ഷിക്കണം ഗീസ്. ഓക്കെ, ഇപ്പോൾ ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ അയ്യോ, നോ ഗീസ്, ഫുള്ള് പോയി ഗീസ്. റോൾസ് റോയ്സ് ഫുള്ള് പോയി.